ഉള്ള സ്നേഹം അത് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവും. കാരണം എന്താ, ഈ നായക്കുട്ടി പിന്നെയും പിടിച്ച് കെട്ടിയിടുകയൊക്കെ ചെയ്യാം, നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കുക, അതൊന്ന് കരയും, അതൊക്കെ സഹിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ മനുഷ്യനാകുമ്പോൾ അങ്ങനെയല്ല, മനുഷ്യൻ ചോദിച്ചു വാങ്ങിക്കും. നമ്മളെപ്പോലെ ചിന്തിക്കാനുള്ള കഴിവ് മനുഷ്യനും ഉള്ളതുകൊണ്ട്, ആ മനുഷ്യനും ഉള്ളതുകൊണ്ട് മനുഷ്യരോട് കൂടെ സ്നേഹം കൂടുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ സ്വാതന്ത്ര്യം കുറയും, ഉത്തരവാദിത്വം കൂടും, സ്നേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും. സ്നേഹം കിട്ടിയില്ല എന്ന് അളന്ന് തൂക്കി നോക്കിയിട്ട് കണക്ക് പറയാനുള്ള കഴിവ് കൂടുതലായിരിക്കും. ഒരു പട്ടിയും പൂച്ചയും നമ്മളോട് ചെയ്യില്ല. അപ്പോൾ മനുഷ്യൻ സ്നേഹത്തിന് കൂടുതൽ മെഷർമെൻറ്റുകൾ വെച്ചിട്ട് ജീവിക്കുന്ന ഒരു ജീവിയായതുകൊണ്ട് അവിടെ സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതാണ് മനുഷ്യരുമായിട്ടുള്ള സ്നേഹത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ റിസ്ക് മനുഷ്യനെ സ്നേഹിക്കാനാണ്. ഇനി അതിലും വലിയൊരു സ്നേഹമുണ്ട്, ഈ ദേശസ്നേഹം, ദൈവസ്നേഹം എന്നൊക്കെ പറയുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ അവിടെ കോംപ്ലിക്കേഷൻസ് ഇല്ല, വീണ്ടും കോംപ്ലിക്കേഷൻസ് കുറയും. ദൈവത്തെ സ്നേഹിക്കുകയാണ് നിങ്ങൾ, എന്നും ദൈവത്തിന് മുന്നിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പാലും പഴക്കം വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് മുന്നിൽ നമസ്കരിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്. 4 ദിവസം നിങ്ങളത് ചെയ്തില്ല, ദൈവം ഒന്നും ചോദ്യം ചെയ്യില്ല. എന്താ ചെയ്യാഞ്ഞ്? ഇത് ചോദിക്കില്ല. അതാണ് നിങ്ങൾ അതിൻ്റെ ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് പിന്നെ കോംപ്ലിക്കേഷൻ ഇല്ല. പിന്നെ അതിൻ്റെ ഈ ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോഴും അതിൽ കോംപ്ലിക്കേഷൻ ഇല്ല. ഈ നടുവിൽ വരുമ്പോൾ അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻ വരും മനുഷ്യൻ്റെ കൂടെ ആവുന്ന സമയത്ത്. കാരണം അവിടെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും. ഞാൻ ആഗ്രഹിക്കുന്ന സ്നേഹം ഈ സ്നേഹമല്ല എന്നൊക്കെ പറയാൻ മനുഷ്യനെ പറ്റുള്ളൂ. മറ്റാരും അങ്ങനെ സ്നേഹത്തെ ഇങ്ങനത്തെ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേക സ്നേഹങ്ങളൊന്നും മറ്റുള്ളയിടത്തൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ സ്വാതന്ത്ര്യം ഏറ്റവും കുറയുന്നത് മനുഷ്യരെ സ്നേഹിക്കുമ്പോഴാണ്. അപ്പം നമ്മൾക്ക് മനുഷ്യരുടെ കൂടെ ജീവിച്ചു പോകാൻ സ്നേഹം വേണം. മനുഷ്യർക്ക് സ്നേഹം സപ്ലൈ ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നമ്മളുടെ പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ആകേണ്ടും വരുന്നുണ്ട്. ഇത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ഈ കോംപ്രമൈസ് ചെയ്യേണ്ടത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ആ ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് കുറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കണം. അതാണ് സെൽഫ് ലവിൻ്റെ പോയിന്റ്. നമ്മൾ മറ്റുള്ള മനുഷ്യരെ സ്നേഹിച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന റെസ്പോൺസിബിലിറ്റീസിനോട് നമ്മൾക്കൊരു താതാത്മ്യം ഉണ്ടാകുവാൻ വേണ്ടി നമ്മൾ നമ്മളെ സ്നേഹിക്കണം. നമ്മൾ നമ്മളെ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു ഫാമിലി മാൻ, ആ ഫാമിലി മാന് തൻ്റെ ഭാര്യയോടും കുട്ടികളോടൊക്കെ സ്നേഹമുണ്ട് എന്ന് വെച്ചാൽ സ്നേഹം കൊണ്ട് അവിടെ ഇരുന്നാൽ പറ്റില്ലല്ലോ. അവർക്ക് കഴിക്കാനുള്ള ഉണ്ടാക്കി കൊടുക്കണം, അവരുടെ ജീവിതം സെക്യൂർ ആക്കണം. അപ്പോൾ റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, പക്ഷെ മടിയാണ്, ജോലിക്ക് പോകാൻ വയ്യ. അപ്പോൾ മടിയാണെങ്കിലും പോകേണ്ടി വരും. അപ്പോൾ തന്നെ മടിയനാക്കാതെ നല്ല ഊർജ്ജസ്വലനാക്കി മാറ്റുക എന്നുള്ളത് ഒരു സെൽഫ് ലവ് ആണ്. മനസ്സിലാവുന്നുണ്ട്? തന്നെ എനർജറ്റിക് ആക്കുക എന്നുള്ളത് ഒരു സെൽഫ് ലവ് ആണ്. കാരണം ആ സെൽഫ് ലവ് ഇല്ലെങ്കിൽ നമുക്ക് മറ്റാരെയും സ്നേഹിക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയില്ലേ, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കും, എന്നാലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള അടിസ്ഥാന യോഗ്യതയുള്ളൂ എന്ന് പറയാറില്ലേ. അതിൻ്റെ അർത്ഥം ഇതാണ്. നിങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം, അത് മനസ്സിലാക്കുക.